ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ്റ്റ്. ഞാൻ ഇന്ന് പഴുത്ത ചക്ക കൊണ്ടുള്ള എണ്ണയില്ലാത്ത ഒരു പലഹാരം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴുത്ത ചക്ക എങ്ങനെ നമുക്ക് ചക്കച്ചുള സൂക്ഷിക്കാം എന്നുള്ള ഒരു ടിപ്സും കൂടി പറയുന്നുണ്ട്. ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ എന്നും ചക്ക കിട്ടുമ്പോൾ നമുക്ക് ചക്കയോട് വലിയ താല്പര്യം ഉണ്ടാകില്ല. പക്ഷേ സീസൺ കഴിഞ്ഞാലായിരിക്കും നമുക്ക് ചക്ക കഴിക്കണമെന്നൊക്കെ തോന്നുന്നത്. ആ സമയത്താണെങ്കിൽ ചക്ക കിട്ടുകയുമില്ല. സീസൺ ടൈമിൽ പഴുത്ത ചക്ക ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സീസൺ കഴിഞ്ഞാലും ഏത് സമയത്തും ചക്ക കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെ വെച്ചാൽ കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. അതിനായിട്ട് പഴുത്ത ചക്കച്ചുള കുരു കളഞ്ഞെടുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കുകയാണ് വേണ്ടത്. അത് ഒരു ബൗളിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ചക്കച്ചുള കഴിക്കാം. ഇത് ഞാൻ അങ്ങനെ ആക്കി വെച്ച ചക്കച്ചുളയാണ്. അമ്മ വെച്ചതായിരുന്നു, നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അത് കറക്റ്റായിട്ടായിരുന്നു. അവിടെ നിന്ന് അതേ ചക്കച്ചുള നമ്മൾ കഴിച്ചതാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സിപ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസായിട്ടുള്ള ചക്കച്ചുള കൊണ്ടുവന്നതാണ്. അപ്പോൾ ചൂട് കൊണ്ട് അത് ഫ്രീസൊക്കെ പോയി മെൽട്ടായി വന്നതിന് ശേഷം ഈ പൊസിഷനിലാണ് കിട്ടിയത്. അതിനുശേഷം ഇവിടെ എത്തിയ ഉടനെ തന്നെ ഫ്രീസറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു ടേസ്റ്റിനൊന്നും ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റായിട്ടാണ് കിട്ടുന്നത്. ഇതിനെ കൊണ്ട് ഒരു സ്വീറ്റാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. ആയ ശർക്കരപ്പാനി അരിച്ച് തണിയാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ചക്ക ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം തണിഞ്ഞ ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് നൈസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പപ്പൊടിയാണിത്. ഇതും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മുടെ ബാറ്റർ കിട്ടും. ഇതാകുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നല്ല ഫ്രഷായിട്ട് കിട്ടാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത ഇത് ബാറ്റർ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനും പൊങ്ങി കിട്ടാനുമായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്ത ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്ത മിക്സും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഇതാകുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടും. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നട്ട്സൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റായിട്ടുണ്ട്. അധികം ലൂസുമല്ല അധികം തിക്കും അല്ലാതെ കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ബൗളിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ബൗളിൽ നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ഭാഗമായിട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഇത് വേസ്റ്റായി പോകും. അതിന് വേണ്ടിയിട്ടാണ് 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റീമർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന സ്റ്റീമറിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റ് കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റീമറിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചേഞ്ചസ് വരാം. അതുകൊണ്ട് പിന്നെ 15 മിനിറ്റ് കുക്കാക്കി എടുത്തതിന് ശേഷം പിന്നെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റ് കുക്കായി വന്നതിന് ശേഷം ഇത് ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഒന്ന് മൂടി തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ കാഷ്നട്ടായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മൂടി തുറക്കുന്ന സമയത്ത് ഫ്ലെയിം സ്ലോ ആയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ ഇത് ആവി പെട്ടെന്ന് നമ്മുടെ കൈക്ക് കയറും. ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതിപ്പോൾ 15 മിനിറ്റ് കുക്കാക്കി എടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും കുക്കായിട്ടുണ്ട് കിട്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു 5 മിനിറ്റ് മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെയാകുമ്പോഴേക്കും നമ്മുടെ ഈ അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഇത് കുക്കായി വരുന്ന സമയത്ത് ആ സ്റ്റീം ചെയ്തിട്ട് വരുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലാണ്, ചക്കയുടെ സ്മെല്ലാണ് കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ വെറുതെ വേസ്റ്റ് ആയി പോകുന്ന ചക്കയൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചെടുക്കുകയാണെങ്കിൽ ചക്ക സീസൺ കഴിഞ്ഞാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ സ്വീറ്റും തയ്യാറാക്കി എടുക്കാം. നന്നായി തണിഞ്ഞതിന് ശേഷം ഞാനിപ്പം ഇത് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സൈഡൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈവച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്വീറ്റാണ്. പിന്നെ ഇത് ഈ സ്വീറ്റായിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാനും പറ്റും. ചക്ക ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.